ഒരു കപ്പൽ മുങ്ങി എന്ന് നാം കേൾക്കുമ്പോൾ, ഒരു വിമാനം തകർന്നു എന്ന് നാം കേൾക്കുമ്പോൾ, അതിനോടൊപ്പം നാം വാർത്തയായി കേൾക്കുന്നതത്രേ എത്ര പേർ ആ കപ്പലിൽ ആ വിമാനത്തിലുണ്ടായിരുന്നു എന്നും എത്ര പേർ രക്ഷപ്പെട്ടു എന്ന കണക്കും. കപ്പൽ എങ്ങനെ മുങ്ങി എന്നും വിമാനം എങ്ങനെ തകർന്നു എന്നുമുള്ള വാർത്തകളേക്കാൾ അതിപ്രധാനപ്പെട്ട വാർത്തയത്രേ എത്ര പേർ രക്ഷപ്പെട്ടു എന്ന കണക്ക്. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നാം ഏവരും വിശ്വസിക്കുന്നു. മഹാമാരിയിൽ കൂടിയും അപകടങ്ങളിൽ കൂടിയും അലാതെയുമായി ആയിരക്കണക്കിന് മനുഷ്യർ ഓരോ ദിവസവും മരിച്ചു വീഴുന്നു. ഈ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നവരിൽ എത്ര പേർക്ക് ആത്മരക്ഷ ഉണ്ടായി എന്ന കണക്ക് വളരെ സുപ്രധാനം തന്നെയാണ്. കാരണം ദ നമ്പേഴ്സ് മാറ്റർ, കണക്കുകൾ പ്രധാനമാണ്. നമ്മുടെ കുടുംബത്തിലുള്ള മാതാപിതാക്കൾ, ഭാര്യ, ഭർത്താവ്, മക്കൾ, സഹോദരങ്ങൾ, ഇവരെല്ലാവരും തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം വിലയേറിയവരാണ്. ആർക്കും നാശം വരുവാൻ നാം ആഗ്രഹിക്കുന്നില്ല. ആയതുപോലെ തൻ്റെ സൃഷ്ടികളാരും തന്നെ നശിച്ചു പോകുവാൻ സ്വർഗത്തിലെ ദൈവവും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തിരുവചനം പറയുന്നു, അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 30-ാം വാക്യം, ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം ഇച്ഛിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും. ദ നമ്പേഴ്സ് മാറ്റർ, കണക്കുകൾ പ്രധാനമാണ്. പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലനായ പത്രോസ് നടത്തിയ പ്രസംഗത്തിൽ 3000 പേർ രക്ഷിക്കപ്പെടുകയുണ്ടായി. ദ നമ്പേഴ്സ് മാറ്റർ, കണക്കുകൾ പ്രധാനമാണ്. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് വായിക്കുന്നതിൽ നിന്നും ദ നമ്പേഴ്സ് മാറ്റർ, കണക്കുകൾ പ്രധാനമാണ്. രക്ഷിക്കപ്പെടുന്ന 3000 പേരായാലും രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയായാലും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദ നമ്പേഴ്സ് മാറ്റർ, കണക്കുകൾ പ്രധാനമാണ്. മരിച്ചവരുടെ കണക്ക് നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലെത്ര പേർ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടാകും എന്ന കണക്കും വളരെ സുപ്രധാനമാണ്. കാരണം ദ നമ്പേഴ്സ് മാറ്റർ, കണക്കുകൾ പ്രധാനമാണ്. യേശു കർത്താവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി ജീവിതത്തിൽ അംഗീകരിക്കാത്തവരായി ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ താങ്കൾ എന്ന ഒരു വ്യക്തി രക്ഷിക്കപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ദ നമ്പേഴ്സ് മാറ്റർ, കണക്കുകൾ ദൈവത്തിന് പ്രധാനമാണ്. ഡിയർ ഫ്രണ്ട്സ്, ലോകമായ കപ്പൽ ഇതാ താഴുവാൻ തുടങ്ങുന്നു. ഉറങ്ങുന്ന സഹോദരരെ, നിദ്ര വിട്ടുണരുവീൻ. കൃപയുടെ വാതിലിതാ പൂട്ടുവാൻ തുടങ്ങുന്നു. സഹോദരരെ, ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.